വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിലും എന്നും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് കിട്ടിയ ടാസ്ക് അനിയത്തിയുടെ കോളേജിലോട്ട് ഈ കാണുന്ന പേപ്പേഴ്സ് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഒരു കവർ പേപ്പേഴ്സുമായിട്ട് ഞാൻ അവളെ കോളേജിലോട്ട് പോയി. നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രമാണോ റോഡ് പണി ഇത്രയും സ്ലോ ആയിട്ട് നടക്കുന്നതെന്ന് ഒരു സംശയം. അങ്ങനെ അവസാനം നമ്മൾ കോളേജിലെത്തി. കോളേജിൽ അവളെ പേപ്പേഴ്സ് എടുത്തതിന് ശേഷം അവൾ തിരിച്ചു തന്നതാണ് ഈ ഒരു കവർ. ഇതിനകത്ത് ഒരു പേപ്പർ മാത്രമേ അവൾക്ക് ആവശ്യമുള്ളായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് അനിയനെ വിളിക്കാനാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് അവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിലൊക്കെ പോയി തളർന്നതല്ലേ, എന്തായാലും ഒരു സർബത്ത് കുടിച്ചിട്ട് ബാക്കി. ഒരു സർബത്തെന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പോൾ അവൻ ഒരു സോഡയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചേച്ചി, ഈ ഒരു സോഡയും കൂടെ ആ സർബത്തിൽ ഒഴിച്ചു തരുമെന്ന്. അങ്ങനെ സർബത്ത് വരാനായിട്ട് വെയിറ്റിംഗ് ആയി. സ്കൂളിൽ പോയി അറിയിക്കാനായിട്ട് മാത്രമാണ് ഈ ID കാർഡ് ഇവൻ കഴുത്തിയിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ സർബത്തിൽ എന്തൊക്കെയോ ചേർത്ത് എന്തായാലും പതഞ്ഞു പൊങ്ങി ഇവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. കിട്ടിയ പാടെ ഒരു സിപ്പ് എടുത്തതിന്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ ഓരോ സിപ്പിലും അവന് പല പല എക്സ്പ്രഷൻ ആയിരുന്നു. വെയിൽ ഉച്ചയിൽ തന്നെ അടിച്ചുകൊണ്ട് എനിക്കും കുറച്ച് ക്ഷീണമായി. അതുകൊണ്ട് ഞാൻ ഒരു മോരും പറഞ്ഞു. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഇട്ട് മോരും ഉണ്ടാക്കി തുടങ്ങി. ഞാനിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു കട ഇവൻ കത്തിച്ചേന. 30 രൂപ മോര് കുടിക്കാൻ കയറിയിട്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായന. അങ്ങനെ മോരിലും കുറച്ച് സോഡയൊക്കെ ഒഴിച്ച് കലക്കി പതപ്പിച്ച് എന്റെ കയ്യിലോട്ട് കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ ക്യാമറാമാനോൻ ആരായിരുന്നു മനസ്സിലാവുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിലോട്ട്. ഈ ഇരിക്കുന്ന ഇരിപ്പ് കട കത്തിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഇരിക്കുന്നതാണ്. അടുത്ത വരവിന് നമുക്ക് കത്തിക്കാന്ന് പറഞ്ഞപ്പോൾ അവ ഹാപ്പിയായി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെറിയൊരു സർബത്ത് വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബൈ.